Hi, Namaste, welcome back to my channel Vintrader. ഇന്നത്തെ നിഫ്റ്റിയിലെ മോർണിംഗ് ട്രേഡാണ് കാണിക്കുന്നത്. 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മോർണിംഗിൽ എടുത്ത ട്രേഡാണ്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് 10 മണി, ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു മണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നിഫ്റ്റിയിൽ നമ്മൾ മോർണിംഗിൽ തന്നെ വന്ന ബ്രേക്ക് ഔട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ 24,471 ബ്രേക്ക് ഔട്ട് പോയിട്ട് നേരെ മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്ന റേറ്റ് 24,579 ആണ്. അപ്പം നമ്മൾ ആ സിഗ്നൽസ് പിടിച്ച റേറ്റ് നിന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് 150 പോയിന്റോളം പ്രോഫിറ്റ് കയറി കഴിഞ്ഞു. അപ്പം അത് രാവിലെ കയറിയ ബ്രേക്ക് ഔട്ട് കൂടാതെ 2 പ്രാവശ്യം തിരിച്ച് മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 2 പ്രാവശ്യം ബ്രേക്ക് ഔട്ട് എടുത്ത് കയറി. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു പോയിന്റ് പ്രോഫിറ്റ് നമുക്ക് അവിടെ ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആദ്യം എടുത്ത ട്രേഡ് മിസ്സായെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് പിന്നെയും റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് 2 പ്രാവശ്യം മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് സാധിക്കും. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ ട്രേഡ് നമുക്ക് സ്കാൽപ്പിങ്ങിൽ കിട്ടിയിട്ടില്ല. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 1 മിനിറ്റ് ഓപ്പൺ ആയപ്പോൾ എഗെയിൻസ്റ്റ് ആണ് രണ്ടും പോകുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വലിയ കൺസോൾട്ടേഷൻ ആണ്. കാരണം സെല്ല് ഇറങ്ങുന്നുണ്ട്, അടിച്ചിറങ്ങുന്നു. അതവിടെ എക്സ്ട്രാ കളർ കാണിച്ച് സൈഡ് വേസ് ആണെന്ന് സോഫ്റ്റ്വെയർ സ്പെഷ്യലായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. കാരണം അവിടെ നിന്നൊരു കൺഫർമേഷൻ ലെവൽസ് കിട്ടുന്നില്ല, റെസിസ്റ്റൻസും ബ്രേക്ക് ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിഫ്റ്റിയിൽ നോക്കിയേ കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് രാവിലെ അടിച്ചു കയറി അവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പിന്നെയും ബ്രേക്ക് ഔട്ട് പോയി, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ ആ കറക്റ്റ് നമുക്ക് എവിടെ നിന്ന് എടുക്കണമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ സൈഡ് വേസ് മാർക്കറ്റിന് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കൺസോളേഷൻ മാർക്കറ്റ് നിൽക്കുന്ന സാഹചര്യം നമുക്ക് സ്കാൽപ്പിംഗ് അപ്ലൈ ചെയ്യാം, പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാം. ഒരുപാട് നേരം നമുക്ക് മാർക്കറ്റിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് രാവിലെ തന്നെ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ കാണുന്ന സ്ട്രാറ്റജി ലേറ്റസ്റ്റ് വേർഷനാണ്. അപ്പോൾ നമ്മുടെ വിൻട്രേഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 സ്ട്രാറ്റജിയാണ്. അപ്പം വിൻട്രേഡ് ഫസ്റ്റ് വേർഷൻ തൊട്ട് 8 വേർഷൻ വരെ ഇതുപോലെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ 2009 നമ്മൾ ഫസ്റ്റ് വേർഷൻ റിലീസ് ചെയ്തത്. ഇതുവരെ 8ാമത്തെ വേർഷൻ 2 സ്കാനറും ഉണ്ട്. അപ്പോൾ ട്രെൻഡിങ് സ്റ്റോക്കിലൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് രാവിലെ തന്നെ പ്രോഫിറ്റ് എടുത്ത് ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ഡൗട്ട് ഇല്ലാതെ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും ഈ സ്ട്രാറ്റജിയിലൂടെ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, യൂസ് ചെയ്യാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി നിഫ്റ്റിയുടെ ചാർട്ട്. ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കാണാം. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പണായി. ഇന്നലത്തെ ബൈ സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ സിഗ്നൽ തന്ന സമയം അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിലേക്ക്. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്നപ്പോൾ താഴെ ഗ്രീൻ ആയിരുന്നില്ല. അപ്പോൾ താഴെ ഗ്രീനും ഇവിടെ വന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അത് മാർക്കറ്റ് ക്ലോസിംഗ് സമയത്ത് വന്നതുകൊണ്ട് ഇന്ന് പിന്നെയും അടിച്ചു കയറി മാർക്കറ്റ് അത് കഴിഞ്ഞ് പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ നമ്മൾ നോക്കണം. അവിടെ നോക്കിയിട്ട് എടുക്കാം. അവിടെ നിന്ന് ഇത് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്, അവിടെ നിന്ന് കയറിയിട്ടുണ്ട്, തിരിച്ച് ബാക്ക് അടിക്കുന്ന പോയിന്റ് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പം ഈ എൻട്രി മിസ്സാക്കി നെക്സ്റ്റ് പിന്നിലേക്ക് വന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് അവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറി പിന്നെയും നമുക്ക് ബാക്ക് ഔട്ട് വന്നു. അപ്പോൾ അതായത് രാവിലത്തെ ട്രേഡ് മിസ്സായി നമ്മൾ ഒന്ന് നോക്കി എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഈ ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ടിൽ പിന്നെയും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചൊരു ബാക്ക് അടിക്കുക, ഇനി തിരിച്ച് റെസിസ്റ്റൻസ് എഗെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടാണ്. അവിടെ സോഫ്റ്റ്വെയർ റീ എൻട്രി ലെവൽ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പം സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് മോർണിംഗ് ലൈവാണ്. അതായത് മോർണിംഗിൽ നമുക്കൊരു ഒരുപാട് നേരം ചാർട്ടിലിരിക്കാതെ എങ്ങനെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാം, അതും കൺസോളേഷൻ. അതായത് എഗെയിൻസ്റ്റ് ട്രെൻഡ്, അതായത് ബാങ്ക് നിഫ്റ്റി എഗെയിൻസ്റ്റ് ട്രെൻഡാണ്, ഭയങ്കര കൺസോളേഷൻ മാർക്കറ്റാണ്. അതുപോലത്തെ സാഹചര്യത്തിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലാതെ 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിലൂടെ സാധിക്കുന്നതാണ്.